നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. സീരീസ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തും. നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ അവർ തന്നെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് ജസ്റ്റ് റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നമുക്ക് ഓർമ്മ കാണും ക്ലാസ് ശ്രദ്ധിച്ചിരുന്നത് എന്തായാലും. ആൻഡ് ലാബ് ഫെസിലിറ്റീസ് ആയാലും ഒക്കെ നല്ല ഒരു കോളേജാണ്. ഞാൻ ഈസി ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ഈസിയിലെ കുറച്ചും കൂടി കാര്യങ്ങളായിരിക്കും എനിക്കറിയാവുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസിൻ്റെ കാര്യം വരുമ്പോഴും നമ്മളെ കോളേജ് ഇപ്പോൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല. നല്ല പ്രോഗ്രാംസ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കൊടുത്തേക്കാം. നല്ല പ്രോഗ്രാംസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ കോളേജിൽ ചേർന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. സോ കുറേ ട്രാവൽ എങ്ങനെയാണ് ഈസി ട്രാവൽ, കോളേജിലേക്ക് എങ്ങനെ പോകും. ഇപ്പോൾ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ ബസ് പൈനാവിലേക്ക് ഡെയിലി ഓടുന്നുണ്ട്. ഒറ്റ ബസ് കാണും, KSRTC. എൻ്റെ KSRTCയിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളുടെ സ്റ്റോപ്പും. ഞാൻ ഇതിൽ കാണിക്കാം. നിങ്ങളുടെ സ്റ്റോപ്പും നിങ്ങളുടെ ഡെസ്റ്റിനേഷനും കൂടി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബസ്സുണ്ട്, എങ്ങനെയൊക്കെ ഏർപ്പെടാൻ. ആൻഡ് അടുത്തതെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇടുക്കിയാണ് ചേച്ചി, എനിക്ക് ഇടുക്കി ക്ലൈമറ്റ് പറ്റുമോ അറിയില്ല, എനിക്ക് അലർജി ഉണ്ട്, അല്ലെങ്കിൽ ശ്വാസമുട്ടുണ്ട്, എനിക്ക് പറ്റുമോ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിലേ നിങ്ങൾ ജസ്റ്റ് ഒരു ഇപ്പോൾ അലർജി, ശ്വാസമുട്ട് ഒക്കെ അങ്ങനെയുള്ള പിള്ളേരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ശ്വാസമുട്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ അലർജീൻ്റെ കാര്യം, മഞ്ഞ്, തണുപ്പ് സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഇപ്പോൾ എണീക്കാൻ നിർത്ത് ജസ്റ്റ് മഞ്ഞ് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു തൊപ്പിയോ അല്ലെങ്കിൽ ഹുഡി ഇടാൻ നിർത്ത് ഇങ്ങനെ തല. ഇനി അടുത്തത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഗേൾസിന് കോളേജ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കോളേജിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. 2 ഹോസ്റ്റലാണ് കബനി നിള എന്ന് പറയുന്ന ഹോസ്റ്റൽസ് ആണുള്ളത്. ബട്ട് ബോയ്സിന് പൈനാവ് ജംഗ്ഷനിൽ പോയാലേ ഹോസ്റ്റലുള്ളൂ. ഗവൺമെൻറ് ഹോസ്റ്റലിൽ ആദ്യമേ ഫില്ലാവും. അപ്പം അധികം ബോയ്സും എല്ലാവരും ചെറുതോണിയിലായിരിക്കും നിൽക്കുന്നത്.